നമസ്കാരം. ഹിജാബുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡ്രസ് കോഡുള്ള സ്കൂളുകളിൽ വലിയ തോതിൽ സമരം നടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ആ സമരം പുനരാരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇത്തരത്തിലുള്ള ഹിജാബ് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലും ഹിജാബ് വിവാദം ഉണ്ടായിട്ടുണ്ട്. ഈ ഇറാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഹിജാബ് ധരിക്കണം, നിർബന്ധിതമായി ഹിജാബ് ധരിക്കണം എന്ന നിയമത്തിനെതിരെയാണ് അവിടെയുള്ളവർ സമരം ചെയ്യുന്നത്. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിലാകട്ടെ ഹിജാബ് ധരിക്കാൻ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും സമരം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹിജാബ് ധരിക്കാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ യൂണിഫോം നിർബന്ധിതമാക്കിയിട്ടുള്ള, ഡ്രസ് കോഡ് നിർബന്ധിതമാക്കിയിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലുമാണ് ചില നിയന്ത്രണങ്ങൾ ഉള്ളത്. ആ നിയന്ത്രണങ്ങളിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് ഓസ്ട്രിയൻ പാർലമെന്റ് ഹിജാബ് നിരോധിച്ചുകൊണ്ട്, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഹിജാബ് ധരിപ്പിക്കുന്നതിനെതിരെ ഒരു നിയമം പാസാക്കിയിരിക്കുന്നത്. പാർലമെന്റിന്റെ അധോസഭ ഈ കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു ഉത്തരവ് ഇറക്കുകയായിരുന്നു. 14 വയസ്സിന് താഴെ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് ഇപ്പോൾ ഹിജാബ് നിരോധിച്ചുകൊണ്ട് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അടിമത്വത്തിന്റെ പ്രതീകം എന്നാണ് ഓസ്ട്രിയൻ പാർലമെന്റും ഓസ്ട്രിയൻ സർക്കാരും ഹിജാബിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിഷയമല്ല, ഇത് കുട്ടികളെ അടക്കം അടിച്ചമർത്തുന്നതിന്റെ ഒരു പ്രതീകമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവരെ നിർബന്ധിച്ച് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിനെതിരെയാണ് ഈ നിയമം എന്നാണ് പറയുന്നത്. അതായത് ഒരു കൂട്ടുകക്ഷി ഭരണ സംവിധാനമാണ് ഓസ്ട്രിയയിൽ നിലവിലുള്ളത്. ഭരണകക്ഷിയായ 3 രാഷ്ട്രീയ പാർട്ടികളാണ് ഹിജാബ് നിരോധനം വേണമെന്നാവശ്യപ്പെട്ടത്. ഇവരോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഫ്രീഡം പാർട്ടി പിന്തുണയ്ക്കുകയായിരുന്നു. ഇത് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, സ്കൂളിലെ അധ്യാപകർക്കും ബാധകമാക്കണമെന്നാണ് ഫ്രീഡം പാർട്ടി ആവശ്യപ്പെട്ടത്. നിരവധി രാഷ്ട്രീയ പാർട്ടികളുള്ള ഓസ്ട്രിയൻ രാഷ്ട്രീയ രംഗത്തിൽ ഏറ്റവും ചെറിയ പാർട്ടിയായ ഗ്രീൻസ് പാർട്ടിയാണ് ഈ ഹിജാബ് നിരോധനത്തെ എതിർത്ത് വന്നിട്ടുള്ള ഏക പാർട്ടി. ഗ്രീൻസ് പാർട്ടി ഈ ഉത്തരവിനെ ഭരണഘടനാ ലംഘനം എന്നാണ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാബ് രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ ഒരു രാജ്യമാണ് ഓസ്ട്രിയ. അതായത് അന്നും സർക്കാർ പറഞ്ഞിരുന്നത് അതുതന്നെയാണ്. അടിച്ചമർത്തലിന്റെ പ്രതീകമാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള പ്രതീകമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ശിരോവസ്ത്രമായ ഹിജാബ്, ആ ഹിജാബിനെ രാജ്യത്ത് തന്നെ നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ രാജ്യമാണ് ഓസ്ട്രിയ. പക്ഷേ അവിടുത്തെ കോടതി ഇതിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ട് നിയമം റദ്ദാക്കുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഉത്തരവ് ഓസ്ട്രിയൻ പാർലമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.